വളരെ സുപ്രധാനമായ ഒരു വാർത്തയാണ് നമ്മുടെ മുന്നിലേക്കുള്ളത്. ബത്തേരി അർബൻ ബാങ്കിലെ 63 ലക്ഷം രൂപ NM വിജയന്റെ കുടിശ്ശിക തീർത്തിരിക്കുകയാണ് KPCC. ജീവനൊടുക്കിയ വയനാട് DCC ട്രഷറായിരുന്ന NM വിജയന്റെ ബാങ്കിലെ കുടിശ്ശിക KPCC തീർത്തു. ബത്തേരി ബാങ്കിലെ 63 ലക്ഷം രൂപ പാർട്ടി അടച്ചു തീർത്തിരിക്കുന്നു. വിവരങ്ങളുമായി ലിനറ്റ് വർഗീസ് ചേരുന്നു. ലിനറ്റ്, സുപ്രധാനമായിട്ടുള്ള വാർത്തയാണത്. രാഷ്ട്രീയമായിട്ടും സുപ്രധാനമാണ്. അന്തരിച്ച ആത്മഹത്യയിലേക്ക് പോകേണ്ടി വന്ന ആ നേതാവിനോട് അദ്ദേഹത്തിന്റെ പാർട്ടി വൈകിയാണെങ്കിലും നീതി കാണിച്ചിരിക്കുന്നു എന്ന് കാണാവുന്ന ഒരു സാഹചര്യവുമാണ്. വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. എന്താണ് അതിന്റെ വിശദാംശങ്ങൾ? സനീഷ് പറഞ്ഞതുപോലെ തന്നെയാണ് സംഭവം. വൈകിയാണെങ്കിലും ഇത്തരത്തിൽ DCC ട്രഷറർ ആയിരുന്ന NM വിജയന്റെ കുടുംബത്തോട് കോൺഗ്രസ് നേതൃത്വം നീതി പുലർത്തിയിരിക്കുകയാണ്. അവർ നേരത്തെ പ്രഖ്യാപിച്ചതുപോലെ തന്നെ ഈ NM വിജയന്റെ കടബാധ്യതയായിരിക്കുന്ന അർബൻ ബാങ്കിലെ ബാധ്യത കോൺഗ്രസ് അടച്ചു തീർത്തിരിക്കുകയാണ്. 63 ലക്ഷം രൂപ കടമായിരുന്നു ഉണ്ടായിരുന്നത്. ഏറ്റെടുത്ത് കടം അടച്ചു തീർക്കുമെന്ന് KPCC പ്രസിഡന്റ് വയനാട്ടിൽ പ്രഖ്യാപിച്ചിരുന്നു. അതോടൊപ്പം തന്നെ വിജയന്റെ മരുമകൾ DCC ഓഫീസിന് മുമ്പിൽ സത്യാഗ്രഹം ഇരിക്കുമെന്നൊക്കെ തന്നെ പറഞ്ഞത് ഏറെ വിവാദമായിരുന്നു. അതോടൊപ്പം തന്നെ കോൺഗ്രസിനെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ NM വിജയന്റെ കുടുംബം പോയിരുന്നു. ആ സമയത്ത് പോലും DCC യോഗത്തിന് ശേഷം, കഴിഞ്ഞ ആഴ്ച നടന്ന DCC യോഗത്തിന് ശേഷം KPCC പ്രസിഡന്റ് അടക്കം കണ്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നത് തങ്ങൾ ഈ കുടുംബത്തിന്റെ ബാധ്യത തീർക്കുമെന്ന് പറഞ്ഞതാണ്. എത്രയും പെട്ടെന്ന് തന്നെ തീർക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞിരുന്നു. അത്തരത്തിൽ നടപടികളുടെയൊക്കെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ബത്തേരി അർബൻ ബാങ്കിൽ NM വിജയന്റെ കുടുംബത്തിനുണ്ടായിരുന്ന ബാധ്യത അടച്ചു തീർത്തിരിക്കുന്നത്. 63 ലക്ഷം രൂപയായിരുന്നു കടമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ പണമാണ് ഇപ്പോൾ അടച്ചു തീർത്തിരിക്കുന്നത്. സനീഷ്, 63 ലക്ഷം രൂപയാണ് ബത്തേരി അർബൻ ബാങ്കിലെ കുടിശ്ശിക അടച്ചു തീർത്തിരിക്കുന്നത് KPCC. NM വിജയന്റെ കുടിശ്ശിക KPCC കോൺഗ്രസ് കമ്മിറ്റി തീർത്തിരിക്കുന്നു. ഇത് പത്മജയുടെ മകന്റെ ഭാര്യയുടെ പ്രതികരണം ലഭിച്ചിരുന്നു ലിനറ്റ്. അവരാണ് ഇക്കാര്യത്തിൽ വളരെ ശക്തമായിട്ട് അടിയുറച്ച് നിന്നിരുന്നത്. അവർക്ക് അങ്ങേയറ്റം മനസ്താപത്തോടെ ആത്മഹത്യയിലേക്ക് പോകേണ്ടുന്ന, അല്ലെങ്കിൽ അതിന് ആത്മഹത്യാ ശ്രമം നടത്തേണ്ടി വരുന്ന ഒരു സാഹചര്യം പോലും അവർക്കുണ്ടായിരുന്നു. അവരുടെ ശക്തമായിട്ടുള്ള സമരമില്ലാതെ തന്നെയും കോൺഗ്രസ് തീർക്കേണ്ടിയിരുന്ന ഒരു കടമായിരുന്നു ഇത്. പക്ഷേ അവർക്ക് അങ്ങേയറ്റം ശക്തമായിട്ട് സമരം നടത്തേണ്ടതായിട്ട് വന്നു, അതിശക്തമായിട്ട് പ്രതികരിക്കേണ്ടതായിട്ട് വന്നു. DCC ആസ്ഥാനത്ത് സമരം നടത്താനും താൻ തയ്യാറാണ് എന്ന് പറയേണ്ടതായിട്ട് വന്നു. നേരത്തെ തന്നെ KPCC തങ്ങളുടെ ഉത്തരവാദിത്തമാണിത് എന്ന് കണ്ട് കടം അടച്ചു തീർക്കേണ്ടതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാക്കുറിപ്പ് വന്നപ്പോഴെങ്കിലും. പക്ഷേ ഇത്രയും വൈകിട്ടാണ് അവരത് ചെയ്തത്. എങ്കിലും അത് ആശ്വാസകരമാണ്. ബത്തേരി അർബൻ ബാങ്കിലെ 63 ലക്ഷം രൂപ അടച്ച് NM വിജയൻ്റെ കുടിശ്ശിക തീർത്ത് KPCC അവരുടെ ഉത്തരവാദിത്തം കാണിച്ചിരിക്കുന്നു. ഇതിപ്പോൾ മകൻ്റെ ഭാര്യയുടെ പത്മജയുടെ പ്രതികരണം നമുക്ക് ലഭ്യമായിട്ടുണ്ടോ? വിളിച്ചിരുന്നോ ലിനറ്റ്? അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് വിളിക്കാം. സനീഷ്, നിലവിൽ അവർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഫോൺ വിളിച്ചിട്ട് ലഭിക്കാത്ത ഒരു സാഹചര്യമാണ് നിലവിൽ. ഇപ്പോഴാണ് ഈ വിവരം KPCCയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. അടക്കം വളരെ സന്തോഷമുണ്ടാകുന്ന ഒരു വിഷയം തന്നെയാണ്. കാരണം ഇത്തരത്തിൽ ഈ ഒരു കുടിശ്ശിക എത്രയും പെട്ടെന്ന് അടച്ചു തീർത്ത് തങ്ങൾക്ക് ഈ ഒരു വീടിന്റെ ആധാരം എടുത്തു കൊടുക്കണമെന്ന ആവശ്യം അവർ അടിയുറച്ച് പറഞ്ഞിരുന്നു. പ്രത്യേകിച്ച് ദിവസങ്ങളടക്കം എന്നെയായിരുന്നു ഈ പത്മജി അടക്കം പറഞ്ഞിരുന്നത്. സനീഷ് പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ആത്മഹത്യാ ശ്രമം അടക്കം ഇതിന്റെ ഭാഗമായിട്ട് പത്മജിക്ക് നടത്തേണ്ടി വന്നു. അതേസമയം തന്നെ ഈ സോഷ്യൽ മീഡിയയിൽ വളരെ മോശമായ രീതിയിൽ പത്മജിയെ ചിത്രീകരിച്ച സാഹചര്യം വരെ ഇതിന്റെ തൊട്ടു പിന്നാലെ ഉണ്ടായിരുന്നു. അതേസമയം തന്നെ കുടുംബം ഒറ്റയടിക്ക് കൂടെ നിൽക്കുകയും അതോടൊപ്പം തന്നെ KPCC ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്ന ആവശ്യം അടിയുറച്ച് പറയുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഈ KPCCയുടെ ഉടനടിയുള്ള ഒരു നിലപാട് അറിയിക്കുകയും അതിനുശേഷം ഇപ്പോൾ ഈ ഒരു കടം അടച്ചു തീർക്കുകയും ചെയ്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. പത്മജിയെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ വളരെ ഏറെ പ്രതിഷേധങ്ങളും അതോടൊപ്പം ആരോപണങ്ങളും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഏൽക്കേണ്ടി വന്ന ഒരാളാണ്. പ്രത്യേകിച്ച് ഒരു ആത്മഹത്യാ ശ്രമം അടക്കം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. സനീഷ്, അതാണ് ലിനറ്റ് വർഗീസാണ് വിവരങ്ങൾ നൽകുന്നത്. ബത്തേരി ബാങ്കിലെ 60 ലക്ഷം രൂപ അടച്ചു തീർത്തിരിക്കുന്നു. NM വിജയന്റെ കുടിശ്ശിക തീർത്തിരിക്കുന്നു. താങ്ങാനാകാത്ത കടം തൻ്റേത് മാത്രമായിട്ട് മാറിയപ്പോഴാണ് NM വിജയൻ അദ്ദേഹത്തിൻ്റെ ഒരു മകനെയും കൊണ്ട് അവർ രണ്ടുപേരും ആത്മഹത്യ ചെയ്തത്. പെട്ടെന്ന് അന്തം വിട്ട, അതായത് അച്ഛൻ്റെയും സഹോദരൻ്റെയും ആത്മഹത്യയെ തുടർന്ന് അതിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ദുരന്തം എന്ന നിലയ്ക്ക് അതിനെ അഭിമുഖീകരിക്കുമ്പോൾ തന്നെയും പിന്നീട് പക്ഷേ അദ്ദേഹത്തിൻ്റെ മേൽ വലിയ തുക കടമുണ്ടായിരുന്നു എന്നുകൂടെ തിരിച്ചറിഞ്ഞ ആ കുടുംബം ആകപ്പാടെ അന്താളിപ്പിലായി പോവുകയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാക്കുറിപ്പ്, പക്ഷേ കുറിപ്പിനകത്ത് കൃത്യമായിട്ടും തൻ്റെ വ്യക്തിപരമായിട്ടുള്ള കടമല്ല ഇത് പാർട്ടി പ്രവർത്തനം നേതാവ് എന്ന നിലയ്ക്ക് തൻ്റെ മേൽ വന്നു ഭവിച്ച കടമാണ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയും ഇത് ഇന്നേ ആളുകളോട് പറയണമെന്ന് അവരെ ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കുടുംബം, മകനും മകൻ്റെ ഭാര്യയും പത്മജയും അവരെ പാർട്ടി നേതൃത്വത്തെ പോയി കാണുകയായിരുന്നു. K. സുധാകരനും മറ്റ് നേതാക്കളോടൊക്കെയുള്ള ആളുകളെല്ലാം പോയി കണ്ടിരുന്നു. പക്ഷേ അതിൽ വേണ്ട വിധത്തിലുള്ള ഇടപെടൽ ഉണ്ടായില്ല. പിന്നീട് ആ വീട് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വന്തം അച്ഛനെയും സഹോദരനെയും നഷ്ടമായി. പക്ഷേ അത്
അങ്ങനെ വ്യക്തിപരമായിട്ട് വലിയ നഷ്ടവും ആത്മഹത്യ വീട്ടിൽ നടന്നിരിക്കുന്ന സാഹചര്യത്തിൽ പോലും പക്ഷേ അതേക്കുറിച്ച് മാത്രം പത്മജ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനുണ്ട്. പത്മജ, ഇപ്പോൾ 60 ലക്ഷം രൂപ അദ്ദേഹത്തിൻ്റെ കുടിശ്ശിക KPCC അടച്ചു തീർത്തിരിക്കുന്നു. എന്ത് തോന്നുന്നു ഇപ്പോൾ? പത്മജ, ആശ്വാസകരമല്ലേ ഇത്? പത്മജ ഫോണിലുണ്ടോ? കേൾക്കാമോ? പത്മജയെ ഫോണിൽ വിളിച്ചിട്ടുണ്ട്. അവർ എനിക്ക് തോന്നുന്നു എനിക്ക് ചോദിക്കുന്നത് അവർക്ക് കേൾക്കാൻ പറ്റാത്തതുകൊണ്ടോ അല്ലെങ്കിൽ അവരിങ്ങോട്ട് സംസാരിക്കുന്നത് എനിക്ക് കേൾക്കാൻ പറ്റാത്തതുകൊണ്ടോ ആണെന്ന് അറിയില്ല. പക്ഷേ അവരെ ഫോണിൽ വിളിച്ചിട്ടുണ്ട്. അവരിലേക്ക് വരാം. അതായത് 63 ലക്ഷം രൂപയാണ് NM വിജയൻ്റെ കുടിശ്ശിക തീർത്തിരിക്കുന്നത്. സ്വന്തം പിതാവിനെയും സഹോദരനെയും നഷ്ടപ്പെട്ട അതിനുശേഷം വീട്ടിനകത്ത് ഇങ്ങനെ ഒരു ആത്മഹത്യ, രണ്ടുപേർ ഒന്നിച്ച് ആത്മഹത്യ ചെയ്യുന്ന അങ്ങേയറ്റം ദുഃഖകരമായ സംഭവം ഉണ്ടായതിന് പിന്നാലെയാണ് വലിയൊരു കടബാധ്യത കൂടെ തങ്ങൾക്ക് മേൽ ബന്ധപ്പെട്ടിരിക്കുകയാണ് എന്ന് ആ കുടുംബം തിരിച്ചറിയുന്നത്. 63 ലക്ഷം രൂപയാണ് ഇപ്പോൾ അടച്ചു തീർത്തത്. അപ്പോൾ നോക്കൂ, ഒരു സാധാരണ വീട്ടിലേക്ക് 63 ലക്ഷം രൂപയുടെ ബാധ്യത, അവരറിയാത്ത ബാധ്യത വന്നു ചേരുന്നതിൻ്റെ ആഘാതം എത്രമാത്രം വലുതായിരിക്കും. സ്വന്തം പിതാവും സഹോദരനും നഷ്ടമായിരിക്കുന്നു. അതോടൊപ്പം പക്ഷേ അതിൻ്റെ ആഘാതത്തിൽ നിന്ന് മുക്തമാകുന്നതിന് മുമ്പ് മനസ്സിലാക്കുകയാണ് വലിയ ലക്ഷക്കണക്കിന് രൂപയുടെ കടം തങ്ങളുടെ കുടുംബത്തിന് മേൽ വന്ന് ഭവിച്ചിരിക്കുകയാണ് എന്ന്. സാധാരണ ഒരു കുടുംബം അങ്ങേയറ്റം ഉലഞ്ഞുപോയ സംഭവമായിരുന്നു. പക്ഷേ പാർട്ടിയാണ് ഇക്കാര്യങ്ങൾ പരിഹരിക്കേണ്ടത് എന്ന് NM വിജയൻ കാര്യകാരണ സഹിതം വ്യക്തമാക്കുന്ന കത്തുകൾ ഉണ്ടായിരുന്നതുകൊണ്ട് ആ കത്ത് പത്മജയും മറ്റും കുടുംബം ഈ നേതൃത്വത്തെ അറിയിക്കുകയും പക്ഷേ നേതൃത്വം വേണ്ട രീതിയിൽ ഇടപെട്ടേയില്ല. പിന്നീട് വലിയ തോതിൽ സമൂഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് വിമർശനങ്ങൾ വന്നപ്പോഴും മാധ്യമങ്ങളിൽ നിന്നും മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുമൊക്കെ വലിയ വിമർശനം വരികയും ഒപ്പം ഇവർ ഈ കുടുംബാംഗങ്ങൾ സമരം ചെയ്യും എന്നതിലേക്ക് പോകുമെന്ന് പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ ഈ കുടിശ്ശിക അവർ അടച്ചു തീർത്തിരിക്കുന്നത്. പത്മജ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ഉണ്ടായിരുന്നു. പക്ഷേ അത് അവർ ഇപ്പോൾ അവിടെ സംസാരിച്ചിരിക്കുന്നത്, ഞങ്ങൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിളിച്ചപ്പോൾ അവരോട് സംസാരിച്ചിരിക്കുന്നത് അവർക്ക് ബാങ്കിൽ നിന്നോ KPCC നേതൃത്വത്തിൽ നിന്നോ ഇങ്ങനൊരു അറിയിപ്പ് കിട്ടിയിട്ടില്ല. അത് കിട്ടിയതിന് ശേഷം ഉടനടി പ്രതികരിക്കാം എന്നാണ് പത്മജ പറഞ്ഞിരിക്കുന്നത്. കുടിശ്ശിക തീർത്ത് കഴിഞ്ഞു KPCC എന്ന ഒരു വാർത്ത മാത്രമാണ് ഇപ്പോൾ മാധ്യമങ്ങളുടെ, ഞങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ കൊടുക്കുന്ന ഈ വാർത്ത മാത്രമാണ് തൻ്റെ ശ്രദ്ധയിലുള്ളത്. ഒന്നുകിൽ ബാങ്കോ അല്ലെങ്കിൽ KPCCയോ ഔദ്യോഗികമായിട്ട് അറിയിച്ചതിന് ശേഷം ഉടനെ പ്രതികരിക്കാം എന്നാണ് പത്മജ ആ വീട്ടുകാർ അറിയിച്ചിരിക്കുന്നത്. ഈ കുടുംബത്തിൻ്റെ മുകളിലേക്ക് ഇത്രയും വലിയ കടത്തിൻ്റെ ആഘാതം വന്ന് വീഴുകയായിരുന്നു. അത് പക്ഷേ പിന്നീട് അവർക്ക് സമരത്തിലേക്ക് പോകേണ്ടി വരും എന്ന നിലപാട് പോലും വ്യക്തമാക്കേണ്ടി വന്നു. ഒരു ഘട്ടത്തിൽ വല്ലാതെ മനസ്താപമുണ്ടായ ഈ പത്മജ, NM വിജയൻ്റെ മകൻ്റെ ഭാര്യ, ആത്മഹത്യാശ്രമം നടത്തുന്നതിലേക്ക് പോലും കാര്യങ്ങൾ കേരളം കണ്ടതാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ പൊതുസമൂഹം വല്ലാത്ത തോതിൽ സമ്മർദ്ദം ചെലുത്തിയതിനെ തുടർന്നാണ് ഇപ്പോൾ KPCC അവരുടെ അദ്ദേഹത്തിൻ്റെ NM വിജയൻ്റെ കുടിശ്ശിക തീർത്തിരിക്കുന്നത്. ഒരല്പം വൈകി എന്നാലും KPCC ആ നിലക്ക് ആശ്വാസത്തോടെ കാണാനും നന്നായി അത് എന്ന് KPCC നേതൃത്വത്തോട് പറയാൻ പൊതുസമൂഹത്തെ, കേരളീയ സമൂഹത്തെ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യമായി അത്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 63 ലക്ഷം രൂപ കുടിശ്ശിക അടച്ചു തീർത്തിരിക്കുന്നു KPCC. അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് വരും ബുള്ളറ്റുകളിൽ കൂടെ അല്ലെങ്കിൽ വരും മണിക്കൂറുകളിൽ കൂടെ നമുക്ക് അറിയാം. പത്മജയുടെ നേരിട്ടുള്ള പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ബാങ്കോ അല്ലെങ്കിൽ KPCC നേതൃത്വമോ അവരെ ഔദ്യോഗികമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ കടമുക്തമാക്കിയിരിക്കുന്നു, ഞങ്ങളുടെ നേതാവ് എഴുതി വെച്ചത് പ്രകാരം ഞങ്ങളിതാ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, കുടുംബത്തെ ബുദ്ധിമുട്ടിക്കുകയില്ല എന്ന അറിയിപ്പ് പത്മജയ്ക്ക് ലഭിക്കും. KPCC നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും ബാങ്കിൽ നിന്ന് ഔദ്യോഗികമായിട്ട് ആ വിവരം കൂടെ ലഭിച്ചാൽ പത്മജ തന്നെയും സംസാരിക്കും, അദ്ദേഹത്തിൻ്റെ മകനും സംസാരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്.